ഒറ്റക്കെട്ടായി രാജ്യം. നിയന്ത്രണ രേഖയിലും വ്യോമമാർഗവും പാകിസ്ഥാൻ പ്രകോപനം തുടരുന്നതിനിടെ രാജ്യം അതീവ ജാഗ്രതയിൽ തുടരുകയാണ്. ഡൽഹിയിൽ നിർണായക യോഗങ്ങൾ ചേരുന്നുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ BSF CISF DGമാരുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സേനാ മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്നലെയും ഇന്ന് പുലർച്ചെയുമായുള്ള പാകിസ്ഥാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണ നീക്കം ഒന്നുപോലും ലക്ഷ്യം കണ്ടില്ല. നിയന്ത്രണ രേഖയിലെ പാക് ഷെല്ലാക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. സാംബയിൽ നുഴഞ്ഞുകയറ്റ ശ്രമം നടത്തിയ 7 ഭീകരരെ സൈന്യം വധിച്ചു. സംഘർഷ സാഹചര്യത്തിൽ IPL മത്സരങ്ങൾ മാറ്റിവെച്ചു. TG സജിത്ത് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സജിത്ത്, നിർണായകമായ യോഗങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ മണിപ്പൂർ സൈന്യത്തെ കാശ്മീരിലേക്ക് അയക്കുന്നതായുള്ള വിവരവുമുണ്ട്. ആ വിശദാംശങ്ങൾ ER രാഗേഷാണ് നൽകുക. രാഗേഷിലേക്ക് പോകുന്നതിന് മുമ്പ് സജിത്ത്, ഇപ്പോൾ നടന്നിട്ടുള്ള നിർണായകമായ വളരെ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകൾ ഏതൊക്കെ? വളരെ തന്ത്രപ്രധാനമായ ആലോചനകളും നീക്കങ്ങളുമാണ് ഉണ്ടാവുന്നത്. ഇന്നലെ രാത്രിയിലാണ് വലിയ തരത്തിലുള്ള പ്രകോപനം പാകിസ്ഥാനിൽ നിന്നും ഉണ്ടായത്. അതിർത്തി മേഖലയിലെ ഏറെക്കുറെ എല്ലാ മേഖലകളിലേക്കും വലിയ തരത്തിലുള്ള ഷെല്ലാക്രമണമാണ് ഉണ്ടായത്, മിസൈൽ അറ്റാക്കാണ് ഉണ്ടായത്. ഇതിനെയെല്ലാം ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ചെറുത്തു തോൽപ്പിച്ചു. ഇന്ന് വെളുപ്പിനെയും അത്തരം ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജമ്മുവിൻ്റെ പല മേഖലകളിലുമാണ് അത്തരം ശ്രമങ്ങൾ ഉണ്ടായത്. പക്ഷേ എല്ലാ നീക്കങ്ങളെയും സൈന്യം ചെറുത്തു തോൽപ്പിച്ചു. ഈ പാകിസ്ഥാന്റെ ഈ പ്രകോപനം പിന്നീട് സൈന്യം വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും നമ്മുടെ എയർ ഡിഫൻസ് സംവിധാനങ്ങൾ അതിശക്തമായി തന്നെ പ്രതിരോധിക്കുകയും ജനങ്ങൾക്ക് അവിടെ സംരക്ഷണം ഒരുക്കുകയുമാണ് ഉണ്ടായത്. നിർണായകമായ കൂടിക്കാഴ്ചകൾ ഡൽഹിയിൽ തുടരുന്നു. അവിടെ അമിത്ഷാ സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തുന്നു. ഒപ്പം തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സംയുക്ത സേനാ മേധാവിയുമായും 3 സൈന്യ തലവന്മാരുമായുള്ള ആലോചനകൾ നടത്തുകയും ചെയ്യുകയാണ്. ഈ തരത്തിലേക്ക് നിർണായകമായ കൂടിയാലോചനകൾ നടക്കുന്നു. സൈന്യം വൈകിട്ട് വീണ്ടും മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെയെങ്കിൽ എന്താണ് നടന്ന സംഭവങ്ങളിലടക്കം വ്യക്തത വരുത്തുമെന്ന് കരുതാം. ഒപ്പം ഇന്നലെ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണം സംബന്ധിച്ച സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളിൽ ഒരു വ്യക്തത സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യും. പാകിസ്ഥാനിലേക്ക് കടന്നു കയറി ഇന്ത്യ ആക്രമണം നടത്തി എന്ന കാര്യം പാകിസ്ഥാൻ ഔദ്യോഗികമായി നിഷേധിക്കുകയാണ്. പ്രത്യേകിച്ച് കറാച്ചി തുറമുഖവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിഷയങ്ങളിൽ രാവിലെ കറാച്ചി തുറമുഖത്തിന് നേരെ ഇന്ത്യ ആക്രമണം നടത്തി എന്ന വാർത്ത പാകിസ്ഥാൻ നിഷേധിച്ചു. തൊട്ടു പിന്നാലെ തന്നെ ഒരു മണിക്കൂറുകൾക്കിപ്പുറം തന്നെ വീണ്ടും കറാച്ചി തുറമുഖത്തിന് വ്യാപകമായ നാശനഷ്ടമുണ്ടായി എന്ന് കറാച്ചി പോർട്ട് ട്രസ്റ്റിന്റെ ഔദ്യോഗിക ട്വിറ്റർ X അക്കൗണ്ടിൽ അവർ പോസ്റ്റ് ചെയ്തു. വലിയ നാശനഷ്ടമുണ്ടായി, ഞങ്ങളിത് തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്നതാണ് അവർ വ്യക്തമാക്കിയ കാര്യം. പക്ഷേ ഈ വാദവും തെറ്റ് എന്നതാണ് പാകിസ്ഥാൻ ഇപ്പോൾ വിശദീകരിക്കുന്നത്. തങ്ങളുടെ ട്വിറ്റർ അക്കൗണ്ട് X അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടു എന്നതാണ് അവർ ഉന്നയിക്കുന്ന വാദം. അതുകൊണ്ട് തന്നെ ഇക്കാര്യം പാകിസ്ഥാൻ പിന്നീട് നിഷേധിക്കുകയാണ് സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും പാകിസ്ഥാനിലെ തന്ത്രപ്രധാനമായ ഇടങ്ങളിലേക്ക് ഇന്ത്യ ആക്രമണം നടത്തിയോ എന്ന കാര്യത്തിൽ സൈന്യം വ്യക്തത വരുത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ അതിശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. പാകിസ്ഥാന്റെ ആകാശത്ത് വെച്ച് തന്നെ അവരെ വെടിവെച്ചു തീർക്കുന്നു എന്നതായിരുന്നു സാഹചര്യം. അതിശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ. അതിൻ്റെ ഇടയിലാണ് ഇന്ത്യ പാകിസ്ഥാന്റെ തന്ത്രപ്രധാന മേഖലകളിലേക്ക് വലിയ തരത്തിലുള്ള സൈനിക നീക്കം നടത്തിയത്. പ്രത്യേകിച്ച് ഡ്രോണുകളും മിസൈലും ഉപയോഗിച്ചുകൊണ്ടുള്ള നീക്കം നടത്തി എന്നതാണ് റിപ്പോർട്ടുകൾ. ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വൈകിട്ട് സൈന്യം തന്നെ നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും തന്ത്രപ്രധാനമായ യോഗങ്ങൾ ഡൽഹിയിൽ തുടരുകയാണ്. ഡൽഹിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ യോഗം വിളിച്ചിരിക്കുന്നു. സുരക്ഷാ കാര്യങ്ങളുടെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നു. ഓരോ സംസ്ഥാനങ്ങളും അതിർത്തി സംസ്ഥാനങ്ങളുമായിട്ടുള്ള നേരിട്ടുള്ള ആശയവിനിമയങ്ങൾ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ജമ്മു കാശ്മീരിലെ ലഫ്റ്റനന്റ് ഗവർണർ അടക്കമുള്ളവർ അവിടുത്തെ സുരക്ഷാ സാഹചര്യങ്ങളും പരിശോധിക്കും. വളരെ നിർണായകമായ യോഗങ്ങൾ ആണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ സാന്നിധ്യത്തിൽ ആണ് അർദ്ധസൈനിക വിഭാഗങ്ങളുടെ മേധാവികളുമായുള്ള കൂടിക്കാഴ്ച നടക്കുന്നത്. അതോടൊപ്പം നേരത്തെ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ആയിരുന്നു സൈനിക മേധാവികളുമായുള്ള കൂടിക്കാഴ്ച നടന്നത്. യോഗത്തിൽ സംയുക്ത സൈനിക മേധാവി അടക്കം പങ്കെടുക്കുകയും ചെയ്യുന്ന സാഹചര്യം, പിന്നീട് പ്രധാനമന്ത്രി അടക്കം ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം മറ്റൊരു വിവരമുള്ളത്, മണിപ്പൂരിൽ വിന്യസിച്ചിരുന്ന സൈന്യത്തെ കശ്മീരിലേക്ക് നീക്കുന്നു എന്നുള്ളതാണ്. ER രാഗേഷാണ് ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത്. രാഗേഷ്, കുക്കി മെയ്തൈ വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു മണിപ്പൂരിൽ സൈന്യത്തെ അധികമായി വിന്യസിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴിതാ ഒരു അടിയന്തര സാഹചര്യത്തിലേക്ക് രാജ്യം പോകുന്നു. പ്രത്യേകിച്ച് കശ്മീർ മേഖലയിലേക്ക് അടക്കം കൂടുതൽ സൈന്യത്തിന്റെ ആവശ്യകതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് വിവരങ്ങൾ? बाकी जो आप मोटे मोटे पॉइंट था, बाकी जो है ना वो हाल में देखो, वो हाल में
വളരെ നിർണായകമായ യോഗങ്ങളാണ് ഒരു ഭാഗത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം നിർണായകമാകുന്ന സൈനിക നീക്കങ്ങൾക്കും ഇന്ത്യ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ പാകിസ്ഥാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലടക്കം വലിയ തോതിലുള്ള ആക്രമണം ഇന്ത്യ നടത്തിയിരുന്നതാണ്. ഇപ്പോഴിതാ മണിപ്പൂരിൽ നിന്നുള്ള സേനാ വിഭാഗങ്ങളെ മാറ്റുന്നു, അത് കശ്മീരിലേക്ക് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. നമുക്കറിയാം, മണിപ്പൂരിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂക്കി മെയ്തേയ് വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു അവിടെ സൈന്യത്തെ അധികമായി വിന്യസിച്ചിരുന്നത്. രാകേഷ്, ആ സൈന്യത്തെ അടക്കം ഇപ്പോൾ പിൻവലിച്ച് കശ്മീരിലേക്ക് നീക്കം എന്ന സൂചനകളാണല്ലോ പുറത്തു വരുന്നത്. അതായത് കൂടുതൽ സൈനിക ശേഷി ആവശ്യമാകുന്നു പ്രതിരോധിക്കാൻ എന്നാണോ ബോധ്യപ്പെടുന്നത്? അഭിലാഷ്, ഇപ്പോൾ ആഭ്യന്തരമന്ത്രി CSF മേധാവിമാരുമായും BSF മേധാവിയുമായും കൂടിക്കാഴ്ച നടത്തുകയാണ്. സാധാരണഗതിയിൽ BSF ആണ് അന്താരാഷ്ട്ര അതിർത്തി കാക്കുന്നത്. അന്താരാഷ്ട്ര അതിർത്തി ഒപ്പം CSFന് നിലവിലുള്ള സുരക്ഷാ ചുമതല എന്ന് പറയുന്നത് വിമാനത്താവളങ്ങളുടെ സുരക്ഷാ ചുമതലയാണ്. ജമ്മുവിലെ അടക്കം ചില ജയിലുകളുടെ ചുമതലയും CSFനുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ പ്രത്യേകിച്ച് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ലക്ഷ്യം വെക്കുന്നു. പ്രത്യേകിച്ച് സൈനിക താവളങ്ങൾ, വിമാനത്താവളങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങിയവയാണ് ലക്ഷ്യം വെക്കുന്നത്. ജമ്മുവിലടക്കം ഇന്നലെ രാത്രി അത്തരമൊരു നീക്കമാണ് കണ്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് BSF മേധാവിമാർ ഒപ്പം തന്നെ CISF മേധാവിമാർ എന്നിവരുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുന്നത്. ഏതായാലും മണിപ്പൂരിൽ നിന്നടക്കം കൂടുതൽ സൈന്യത്തെ ഇങ്ങോട്ട്, അതായത് പടിഞ്ഞാറൻ അതിർത്തിയിലേക്ക് മാറ്റുന്നതിനുള്ള ആലോചനകളും ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. അത്തരം നീക്കങ്ങളും ഉടനടി ഉണ്ടാകും. ഏതായാലും അക്കാര്യങ്ങളും കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ രാജ്നാഥ് സിംഗും നിർണായകമായ ചില കൂടിക്കാഴ്ചകൾ നടത്തി. അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് 3 സേനാ മേധാവിമാരെ കണ്ടു. അത് കഴിഞ്ഞ് DRDO മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇനി സംയുക്ത സേനാ മേധാവിയുമായും കൂടിക്കാഴ്ച നടത്തും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ നിർണായക ചർച്ചകൾ ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുകയാണ്. ഏതായാലും പടിഞ്ഞാറൻ അതിർത്തിയാണ് പ്രധാനമായും പാകിസ്ഥാൻ ലക്ഷ്യം വയ്ക്കുന്നത്. ഗുജറാത്ത് ഒപ്പം തന്നെ പഞ്ചാബ്, രാജസ്ഥാൻ അതിർത്തികളിലാണ് ഇന്നലെ ഇത്തരത്തിൽ ഡ്രോണുകൾ ഉപയോഗിച്ചും മിസൈലുകൾ ഉപയോഗിച്ചും ഒക്കെ തന്നെ ആക്രമണത്തിന് ശ്രമം നടന്നത്. ആ നീക്കങ്ങളൊക്കെ തന്നെ പ്രതിരോധിച്ചിരിക്കുന്നു സേനാ വിഭാഗങ്ങൾ. പക്ഷേ അവിടെ കൂടുതൽ സേനയെ വിന്യസിക്കേണ്ടതുണ്ട്. അത്തരം ആലോചനകളാണ്, ചർച്ചകളാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യെസ്, അതോടൊപ്പം തന്നെയാണല്ലോ രാകേഷ്, വലിയ തോതിലുള്ള നുഴഞ്ഞുകയറ്റ നീക്കങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. രാകേഷ് സൂചിപ്പിക്കുന്ന പോലെ ഈ അതിർത്തി സംരക്ഷിക്കുന്ന സേനാ വിഭാഗങ്ങൾ അവിടെ ജാഗ്രത പുലർത്തുന്നു. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഷെല്ലാക്രമണങ്ങളെ തടയുന്നു. അവിടെ വെടിയുതിർക്കുന്നുണ്ട് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ. അതെല്ലാം തുടരുന്നതിനിടയിലാണല്ലോ കൂടുതൽ ഭീകരരെ ഇന്ത്യയിലേക്ക് ഇതിൻ്റെ മറവിൽ കയറ്റിവിടുന്നതിനുള്ള, നുഴഞ്ഞു കയറ്റത്തിനുള്ള അവസരമൊരുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൂടി തടയുകയാണല്ലോ നമ്മുടെ സേനാ വിഭാഗങ്ങൾ. അതെ അഭിലാഷ്, സാംബ സെക്ടറിലാണ് നുഴഞ്ഞുകയറ്റ ശ്രമം ഉണ്ടായതും അത് പരാജയപ്പെടുത്തിയതും സേനാ വിഭാഗങ്ങൾ. കാരണം പുലർച്ചെയും അല്ലെങ്കിൽ ഇന്നലെ രാത്രി ഏതാണ്ട് 11 മണിക്ക് ശേഷമാണ് ഇത്തരമൊരു നീക്കം ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ ഭാഗത്തു നിന്നുണ്ടായത്. സാധാരണഗതിയിൽ ഇത് പതിവാണ്. കാരണം അതിർത്തിയിൽ തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘനം നടക്കുമ്പോൾ സേനാ വിഭാഗങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ട് പോകും. അപ്പോൾ പാക് പട്ടാളം അവരുടെ പിന്തുണയോടുകൂടി തന്നെ ഭീകരരെ ഇന്ത്യയിലേക്ക് കയറ്റുന്നതാണ് പതിവ്. സാംബ അതിർത്തി എന്ന് പറയുന്നത് അന്താരാഷ്ട്ര അതിർത്തിയാണ്. ഇപ്പോൾ പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ വന്നു എന്ന് രഹസ്യാന്വേഷണ വിഭാഗം സംശയിക്കുന്നത് പോലും സാംബ അതിർത്തി വഴിയാണ്. അവർ 1.5 വർഷം മുമ്പാണ് അവിടെ ആക്രമണം നടത്തിയത്. അതിന് സമാനമായ രീതിയിൽ ഇപ്പോൾ കൂടുതൽ ഭീകരരെ ഇന്ത്യയിലേക്ക് അയക്കുന്നു. അതിനുള്ള നീക്കമാണ് നടന്നത്. അങ്ങനെ 7 പേരെ ഏതായാലും സുരക്ഷാ സേന വധിച്ചു. അതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ നീക്കം സേനാ വിഭാഗങ്ങളെ സംബന്ധിച്ച് വലിയ നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഇത്തരം ആളുകൾ ഭീകരരാണ് പിന്നീട് ഇന്ത്യയിൽ ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടത്താറുള്ളത്. ഏതായാലും ആ നീക്കം ഇപ്പോൾ ചെറുത്തിരിക്കുകയാണ്. പക്ഷേ അതിർത്തി അശാന്തമാണ്. പ്രത്യേകിച്ച് നിയന്ത്രണ രേഖയിലാണ് വലിയ രീതിയിൽ വെടിനിർത്തൽ കരാർ ലംഘനം നടക്കുന്നത്. അത് പ്രധാനമായും ഉറി സെക്ടറിലും പൂഞ്ച് സെക്ടറിലും വടക്കൻ കശ്മീരിലെ കുപ്വാരയിലും സമാനമായ സാഹചര്യം തുടരുന്നുണ്ട്. ബാരാമുള്ളയിൽ പെടുന്ന ഉറി സെക്ടറിലാണ് ഇന്ന് ഒരു മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അവിടെ ബങ്കറിലാണ് അവർ കഴിഞ്ഞിരുന്നത് കുടുംബാംഗങ്ങളുമൊത്ത്. അവിടെ നിന്ന് ബന്ധുവിൻ്റെ വീട്ടിലേക്ക് ഏതാണ്ട് ബാരാമുള്ളയിലേക്ക് ഉറിയിൽ നിന്ന് ഏതാണ്ട് 49 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ബങ്കറുകളിൽ കഴിയുന്ന ഇനി സുരക്ഷിതമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അവർ വീട്ടിലേക്ക് പോകാനായി വാഹനത്തിൽ പോകുമ്പോഴാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത്. 6 പേര് ആ വാഹനത്തിൽ ഉണ്ടായിരുന്നു. അതിൽ ഒരാൾ കൊല്ലപ്പെട്ടു. മറ്റൊരു ആക്രമണം ഉണ്ടായത് പൂഞ്ച് സെക്ടറിലാണ്. അവിടെയും സമാനമായ രീതിയിൽ ഷെല്ലാക്രമണത്തിൽ തന്നെയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു 3 ദിവസങ്ങൾക്കിടയിൽ പൂഞ്ചിലും ഉറിയിലുമായി
ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഏതാണ്ട് 18 ആയിരിക്കുകയാണ്. അത്തരത്തിൽ വലിയ പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് നിയന്ത്രണ രേഖയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അഭിലാഷ്, യെസ്, ഇത്തരത്തിൽ പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് തുടരുന്ന പശ്ചാത്തലത്തിലാണ് രാജ്യം അതീവ ജാഗ്രത പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അതിർത്തി മേഖലകളിലടക്കം സുരക്ഷ ശക്തമാക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. അതേസമയം ജമ്മു കാശ്മീർ സുരക്ഷിതമെന്ന് തന്നെ സൈന്യം ആവർത്തിക്കുന്നു. അവിടെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അടക്കം ഉള്ളവർ ഒക്കെ സന്ദർശനം നടത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ജമ്മു കാശ്മീരിന്റെ ലഫ്റ്റനന്റ് ഗവർണർ ഈ ആക്രമണം നടന്ന പ്രദേശങ്ങളടക്കം സന്ദർശിക്കുകയും ചെയ്ത സാഹചര്യം ആണ് ഉള്ളത്. അതേസമയം വലിയ തോതിലുള്ള ആശങ്ക തുടരുന്ന സാഹചര്യത്തിലൂടെയാണ് പാകിസ്ഥാൻ കടന്നു പോകുന്നത് എന്നുള്ളതാണ്. അവിടെ ഭരണകൂടത്തിന് വലിയ തലവേദനയായി മാറുന്ന വിഘടനവാദികൾ ബലൂച്ച് ലിബറേഷൻ ആർമി അവർ നേരത്തെ തന്നെ പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ രംഗത്ത് വന്നതാണ്. കുഴിബോംബുകളൊക്കെ അവർക്ക് നേരെ സൈന്യത്തിന് നേരെ പ്രയോഗിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം കണ്ടതാണ്. തുടർച്ചയായി പാകിസ്ഥാനിലെ സൈനികരെ കൊലപ്പെടുത്തുന്നതും കണ്ടതാണ്. ഇടയ്ക്ക് ട്രെയിൻ തട്ടിക്കൊണ്ടുപോയതടക്കമുള്ള വാർത്തകളൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയതുമാണ്. ഇന്ത്യക്കെതിരെ പോരാടുന്നു, ഇന്ത്യയെ ആക്രമിക്കുന്നു എന്നൊക്കെ പറയുന്ന പാകിസ്ഥാന് വലിയ തലവേദനയാണ് ആഭ്യന്തരമായി ഇത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി കിരൺ ബാബു ആണ് ചേരുന്നത്. കിരൺ, ഇന്നലെ ഇന്ത്യ കനത്ത പ്രഹരം നൽകി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. അതിനിടെ ഇതേ സമയം തന്നെ പാകിസ്ഥാന് വലിയ തലവേദനയായി മാറിയിരുന്നു അവിടുത്തെ വിഘടനവാദികൾ. അവർക്ക് ഒറ്റ പിടിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരികയും ചെയ്തിരുന്നു. എന്താണിപ്പോൾ പാകിസ്ഥാൻ നേരിടുന്ന ആഭ്യന്തര പ്രശ്നത്തിന്റെ മൂർധന്യാവസ്ഥ? അഭിലാഷ, പാകിസ്ഥാൻ ഒരു ഭാഗത്ത് ഇന്ത്യയെ നേരിടാൻ ഒരുങ്ങുകയും ഇന്ത്യയുമായി വേണമെങ്കിൽ ഒരു യുദ്ധം വരെ ആകാം എന്നുള്ള മട്ടിലൊക്കെയാണ് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയും സൈനിക മേധാവിയും ഒക്കെ പ്രതികരിച്ചുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഒരു ഭാഗം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. ബലൂചിസ്ഥാനിൽ ലിബറേഷൻ ആർമിയുടെ നേതൃത്വത്തിൽ BLAയുടെ നേതൃത്വത്തിൽ നേരത്തെ തന്നെ വലിയ പോരാട്ടങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പാകിസ്ഥാൻ സൈന്യവുമായി നിരന്തരം ഏറ്റുമുട്ടലൊക്കെ ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ മാർച്ചിലാണ് അവിടെ ഒരു ട്രെയിൻ അടക്കം തട്ടിയെടുത്ത് ആളുകളെ ബന്ദികളാക്കിയൊക്കെ വിലപേശൽ നടത്തുകയും ഒക്കെ ചെയ്തത്. അവസാനം ആ ട്രെയിൻ ഭീകരിൽ നിന്ന് ആ ട്രെയിനിനെ മോചിപ്പിക്കാനൊക്കെ കഴിഞ്ഞുവെങ്കിലും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ നേതൃത്വത്തിലുള്ള പോരാട്ടം പലതരത്തിൽ തുടരുകയാണ്. ഇന്ത്യയുമായി ഒരു പോരാട്ടത്തിന് അല്ലെങ്കിൽ ഇന്ത്യയുമായി ഒരു സംഘർഷത്തിലേക്ക് നീങ്ങി അതേ ഘട്ടത്തിൽ തന്നെയാണ് ബലൂജിൽ കഴിഞ്ഞ ദിവസം 14 പേരെ സൈനികരെ കൊലപ്പെടുത്തിയത്. അതോടൊപ്പമാണ് ഇന്ന് ബലൂജിലെ കൊറ്റ, അവിടുത്തെ പ്രധാനപ്പെട്ട അവിടുത്തെ തലസ്ഥാനം എന്ന് പറയാവുന്ന കൊറ്റ നഗരം പൂർണ്ണമായും BLA പിടിച്ചെടുത്തുവെന്നും അവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റുകളിൽ നിന്ന് പാകിസ്ഥാൻ സൈന്യത്തെ പൂർണ്ണമായും അവിടെ നിന്ന് അകറ്റിയെന്നും അവർ അവകാശപ്പെടുന്നുണ്ട്. ബലൂജിനെ ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കണം എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് അനൗദ്യോഗികമായി അവരുടെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബലൂചിസ്ഥാനിനെ പ്രത്യേക രാജ്യമാക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട സാംസ്കാരിക നായകനും എഴുത്തുകാരനും കവിയൊക്കെ മിർ യാർ ബലോച്ച് നരേന്ദ്രമോദിയെ ടാഗ് ചെയ്തുകൊണ്ട് ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ട്. ഞങ്ങളുടെ രാജ്യത്തിന് ഒരു സ്വതന്ത്ര രാജ്യമായി ഇന്ത്യ അംഗീകരിക്കണം, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഒരു കാര്യാലയം ഡൽഹിയിലും ഇന്ത്യയുടെ ഒരു കാര്യാലയം കൊച്ചിയിലും തുടങ്ങണം എന്നും കൂടി അദ്ദേഹം ആവശ്യപ്പെടുന്നു. എന്തായാലും അവിടുത്തെ ഇവർ പറയുന്ന അവകാശവാദങ്ങൾ എത്രത്തോളം അംഗീകരിക്കാൻ കഴിയുമെന്ന് നമുക്ക് സ്ഥിരീകരണമില്ല എങ്കിൽ പോലും അവിടുത്തെ പ്രധാനപ്പെട്ട പല പോസ്റ്റുകളിൽ നിന്നും പാക് സൈന്യത്തിന് ഇല്ലാതെ പാക് സൈന്യം ഒഴിഞ്ഞ പോസ്റ്റുകളുടെയൊക്കെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ അവർ പുറത്തുവിടുന്നുണ്ട്. എന്തായാലും BLAയുടെ നേതൃത്വത്തിൽ വലിയ മുന്നേറ്റമാണ് ഈ ബലൂജ് ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാൻ ഇപ്പോൾ ഒരു ഭാഗത്ത് ഇന്ത്യയുമായി പോരാടണോ അല്ലെങ്കിൽ സ്വന്തം ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കണോ തുടങ്ങിയ വിഷയങ്ങളൊക്കെ അതികഠിനമായി തന്നെ അവർ നിൽക്കുകയാണ്. ബലൂചിസ്ഥാൻ പ്രത്യേകമായ രാജ്യമായി തന്നെ മാറും അല്ലെങ്കിൽ അങ്ങനെ പ്രഖ്യാപിക്കുന്നു, അനൗദ്യോഗികമായെങ്കിലും അങ്ങനെ പ്രഖ്യാപനമൊക്കെ ഉണ്ടാകുന്നു. ഇനി വീണ്ടും അവിടെ ഒരു വലിയ ബലൂജ് ലിബറേഷൻ ആർമിയുമായിട്ടുള്ള ഒരു പോരാട്ടത്തിലേക്ക് പാക് സൈന്യം നീങ്ങാനുള്ള സാധ്യതയുമൊക്കെ ഉണ്ട്. തൽക്കാലം എന്തായാലും അവിടെ അങ്ങനെ ഒരു പ്രതിരോധത്തിന് പാക് സൈന്യം തയ്യാറാവുന്നില്ല എന്ന് വേണം കരുതാൻ. അവിടുത്തെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ നിന്ന് പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിൽ നിന്നൊക്കെ ഏതായാലും പാക് സൈന്യം പിൻവാങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് തൽക്കാലം ഇപ്പോൾ ഇന്ത്യയുമായി ഒരു പോരാട്ടം നടക്കുന്ന സമയത്ത് അത്തരത്തിലേക്ക് ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ സ്വാഭാവികമായും അത് തിരിച്ചടിയാവും എന്നുള്ളത് കൊണ്ടാവണം തൽക്കാലം അവർ അവിടെ നിന്ന് എന്തായാലും പിൻവാങ്ങിയിട്ടുണ്ട്. ഇവരെ ഇന്നലെ രാത്രി നടത്തിയ തുടർ സ്ഫോടനങ്ങളും വെടിവെപ്പിലും അവരെ അവിടെ നിന്ന് പാക് സൈന്യത്തെ തുരത്തുകയായിരുന്നു എന്നാണ് ബലൂച്ച് ലിബറേഷൻ ആർമി അവകാശപ്പെടുന്നത്. എന്തായാലും ആഭ്യന്തര പ്രശ്നം അത്രത്തോളം രൂക്ഷമാണ് പാകിസ്ഥാനിൽ തെളിയിക്കുന്നതാണ് ബലൂജിൽ നിന്നുള്ള സംഭവങ്ങൾ. ഇന്ത്യക്കെതിരെ ഇത്തരത്തിൽ ദുർബലമായ പോരാട്ടങ്ങൾ നടത്തുമ്പോൾ, ഭീരുത്വം നിറഞ്ഞ പോരാട്ടം നടത്തുമ്പോൾ ആ രാജ്യത്തിൻ്റെ ആഭ്യന്തര സാഹചര്യം കൂടിയാണ് കിരൺ ബാബു വ്യക്തമാക്കിയത്. ജമ്മു കാശ്മീരിലെ ഉറിയിൽ പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തുമ്പോൾ കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഗ്രാമവാസിയായ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മേഖലയിൽ രാവിലെ വരെ തുടർച്ചയായ അപായ സൈറണുകൾ
മുഴങ്ങിയിരുന്നു. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യൻ ആക്രമണത്തിന് പിന്നാലെയാണ് കശ്മീർ അതിർത്തിയിൽ പാകിസ്ഥാൻ ഷെല്ലാക്രമണവും വെടിവെപ്പും തുടങ്ങിയത്. 2 ദിവസത്തിനുള്ളിൽ അതിർത്തിയിലെ പാക് ആക്രമണങ്ങളിൽ 13 പേരുടെ മരണം സ്ഥിരീകരിച്ചിരുന്നു. ഇന്നലെ രാത്രി വീണ്ടും പാകിസ്ഥാൻ ഉറിയിൽ വെടിവെപ്പ് ശക്തമാക്കി. ആക്രമണത്തിൽ ഉറി സ്വദേശിനിയായ യുവതി കൊല്ലപ്പെട്ടു. 45-കാരിയായ നർഗീസ് ബീഗം കുടുംബത്തോടൊപ്പം ബാരാമുള്ളയിലേക്ക് പ്രാണരക്ഷാർത്ഥം യാത്ര ചെയ്യുന്നതിനിടെയായിരുന്നു പാക് ഷെല്ല് പതിച്ചത്. ഇതിന്റെ ആഘാതത്തിൽ നർഗീസ് സഞ്ചരിച്ചിരുന്ന വാഹനം തകരുകയും ഷെല്ലിന്റെ ഒരു ഭാഗം കഴുത്തിലേക്ക് തുളച്ചു കയറുകയും ചെയ്തു. पाकिस्तान के गोलीबारी से हमारे मकानों की खस्ताहाली होगी। रात को हम शीलिंग की वजह से एक कमरे के अंदर हम लेट के रात निकाली। 15 से 20 मकान हमारे बिल्कुल डैमेज हो गए हैं। 50-60 जो पार्शल हैं, बाकी फुल डैमेज 15 से 20 हो गए हैं। पाकिस्तान की शीलिंग ने हमें बहुत नुकसान दिया है इस गोलीबारी से। तो ये तो हमारे घर के पास ही, मतलब हमारे घर पे अंदर ही जो है ये बम पड़ा है रात को। तो 8 के 7 बम पड़े यहाँ पे। काफ़ी ज़्यादा नुकसान हुआ। हमारे घर पे दरवाजे टूट गए, मतलब जो विंडोज़ थी वो टूट गई हैं, गेट टूटे हैं, शीशे, मतलब ग्रिल, सब कुछ, मतलब फ्रंट एरिया पूरा मकान का जो है उड़ गया है। मेरी मासी के घर पड़े, एक अंकल है उनके घर पड़ा, तो उनका घर तो पूरा डैमेज हो गया है। പരുക്കേറ്റവരെ 50 കിലോമീറ്റർ അകലെയുള്ള ബാരാമുള്ള മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഗുൽമാർഗ്, ഉറി, നൌഗാം, കുപ്വാര, രജൌരി, പൂഞ്ച് എന്നിവിടങ്ങളിൽ ശക്തമായ പാക് ഷെല്ലാക്രമണം തുടരുകയാണ്. പ്രദേശത്ത് സമ്പൂർണ്ണ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചു. അതിർത്തി കടന്നെത്തിയ 50ഓളം പാക് ഡ്രോണുകൾ ഇന്ത്യൻ സേന തകർത്തു. പാകിസ്ഥാന്റെ F-16, JF-17 വിമാനങ്ങളും ഇന്ത്യ തകർത്തു. 2 പൈലറ്റുമാരെ സേന ജീവനോടെ പിടികൂടി. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഇതിനിടെ ജമ്മുവിലെത്തിയ കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. രാജ്യത്തിന്റെ പടിഞ്ഞാറൻ അതിർത്തിയിൽ തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തി പാകിസ്ഥാൻ. ഇന്നലെ രാത്രി മുതൽ പുലർച്ചെ വരെ തുടർച്ചയായി പാക് പ്രകോപനം ഉണ്ടായി. ജമ്മു കാശ്മീരിലെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങൾ ഇന്ത്യൻ സേന നിർവീര്യമാക്കി. ഡ്രോൺ ആക്രമണങ്ങൾ ചെറുത്ത സൈന്യം ശക്തമായി തിരിച്ചടിച്ചു. രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ പാകിസ്ഥാൻ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും അവശിഷ്ടങ്ങൾ കണ്ടെടുത്തു. ഹാമർ സ്മാർട്ട് ബോംബുകളും SCLP മിസൈലുകളും ഉൾപ്പെടെ 24 യുദ്ധോപകരണങ്ങളുടെ അവശിഷ്ടങ്ങൾ ആണ് കണ്ടെത്തിയത്. S-400 ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മിസൈലുകളും ഡ്രോണുകളും തകർത്തുവെന്ന് സൈന്യം അറിയിച്ചു. പഞ്ചാബിലെ ബഠിൻഡ, ഹോഷിയാപൂർ എന്നിവിടങ്ങളിൽ നിന്നും പാകിസ്ഥാൻ പ്രൊജക്ട് ലൈറ്റുകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ബഠിൻഡയിലെ ബീഡ് തലാബിലും ആയുധാവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഇന്ത്യൻ വ്യോമസേന തകർത്ത പ്രൊജക്ട് ലൈറ്റുകളുടെ അവശിഷ്ടങ്ങളാണ് ഇവ. പാക് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മുവിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റ് ജമ്മു കാശ്മീർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നവരെ ഒമർ അബ്ദുള്ള സന്ദർശിച്ചു. നിയന്ത്രണ രേഖയിലെ സാഹചര്യവും വിലയിരുത്തി. പാകിസ്ഥാൻ തുടർച്ചയായ പ്രകോപനങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ വിവിധ സംസ്ഥാനങ്ങൾ അതീവ ജാഗ്രതയിൽ ആണ്. ഡ്രോൺ ആക്രമണ സാധ്യത മുന്നിൽ കണ്ട ചണ്ഡീഗഡിലും ഉത്തരാഖണ്ഡിലും പഞ്ചാബിലും എയർ സൈറൻ മുഴക്കി അപായ മുന്നറിയിപ്പ് നൽകി. ജനങ്ങൾ ഒരു കാരണവശാലും വീടിന് പുറത്തിറങ്ങരുത് എന്ന കർശന നിർദ്ദേശവുമായാണ് സൈറൻ മുഴങ്ങിയത്. പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകുന്നതിനൊപ്പം സുരക്ഷയിലും മുൻകരുതലിലും വലിയ ശ്രദ്ധയാണ് രാജ്യം പുലർത്തുന്നത്. ഡ്രോൺ ആക്രമണ സാധ്യത വളരെ വേഗം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനാണ് എയർ സൈറനുകൾ മുഴക്കിയത്. കനത്ത ജാഗ്രതയിലാണ് പഞ്ചാബിലെ അമൃത്സറും പരിസര പ്രദേശങ്ങളും. പാകിസ്ഥാന്റെ പരാജയപ്പെട്ട ഡ്രോൺ ആക്രമണം സ്ഥിരീകരിക്കുന്നതിന് തെളിവായി കൃഷിയിടത്തിൽ നിന്ന് മിസൈൽ കൂടി ലഭിച്ചതോടെ കൂടുതൽ ജാഗ്രതയിലാണ് സൈന്യം. പുലർച്ചെ 6:37 അമൃത്സറിൽ സൈറൻ മുഴങ്ങിയത്.
വീടിന്റെ വാതിൽ തുറക്കരുതെന്നും ബാൽക്കണികളിൽ നിന്ന് ഒഴിയണമെന്നുമാണ് നിർദ്ദേശം നൽകിയത്. തുടർന്ന് 9:30 ചണ്ഡീഗഡിലും അംബാലയിലും പിന്നീട് ഉത്തരാഖണ്ഡിലും അപായ സൈറനുകൾ മുഴങ്ങി. ഉത്തരാഖണ്ഡിൽ ആശുപത്രികളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. जैसे ही चंडीगढ़ में जिस भी टाइम सायरन की आवाज आती है तुरंत रोड और पार्क को छोड़ के अपने घरों के अंदर चले जाएं। कोई रोड और पार्क पे न मिले, नियर बाई अगर आपका मकान नहीं है तो नियर बाई बिल्डिंग में चले जाएं, कोई दिक्कत नहीं है। रोड और पार्क के अंदर कोई नहीं मिलेगा। जैसे ही വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ തുറക്കില്ല. അടിയന്തര സാഹചര്യങ്ങൾ സൈന്യത്തെ അറിയിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കശ്മീരിലെ രജൌരിയിലെ സുന്ദർബനിയിൽ മിസൈലുകളുടെ അവശിഷ്ടം കണ്ടെത്തി. തുർക്കി ചൈനീസ് നിർമ്മിത മിസൈലുകൾ ആണ് ഇവ. ഇന്ത്യൻ സൈന്യം വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. A100, MBRL, TRG-300 എന്നീ മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ ആണ് കണ്ടെത്തിയത്. അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശം ആണ് സുന്ദർബനി. പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചെനാബ് നദിയിലെ സലാൽ അണക്കെട്ടിന്റെ 4 ഷട്ടറുകൾ തുറന്നു. മുന്നറിയിപ്പ് നൽകാതെയാണ് നടപടി. പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിലും മഴ ശക്തമായിരുന്നു. ഇതോടെയാണ് ഡാമിന്റെ കൂടുതൽ ഷട്ടറുകൾ തുറക്കേണ്ടി വന്നത്. വെള്ളം കുത്തിയൊഴുകി തുടങ്ങിയതോടെ പാകിസ്ഥാന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ പ്രളയ സാധ്യത നിലനിൽക്കുന്നുണ്ട്. പത്താൻകോട്ടിൽ പഞ്ചാബ് പോലീസ് തെരച്ചിൽ നടത്തി. ജീവനോ സ്വത്തിനോ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നും സ്ഥിതിഗതികൾ പൂർണ്ണമായും നിയന്ത്രണത്തിലാണ് എന്നും പത്താൻകോട്ട് SP ന്യൂസ് 18 പറഞ്ഞു. ഇന്ധനക്ഷാമം ഉണ്ടാകില്ലെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ല എന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. എല്ലാ ഔട്ട്ലെറ്റുകളിലും ആവശ്യത്തിന് സ്റ്റോക്കുണ്ട്. വിതരണ ലൈനുകൾ തടസ്സമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ധന ലഭ്യത ഉറപ്പാക്കുന്നുണ്ട് എന്നും IOC വ്യക്തമാക്കി. രാജ്യത്തിന്റെ പരമാധികാരത്തിന് പോറൽ ഏൽപ്പിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിരോധത്തിന് ഒപ്പം രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണം. മന്ത്രിസഭായോഗം ചേർന്ന് സ്ഥിതി വിലയിരുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്തിൻ്റെ ഭദ്രതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള സംഭവങ്ങളുണ്ടാകും. നമ്മുടെ പരമാധികാരത്തിന് പോറലേൽപ്പിക്കാനുള്ള നീക്കങ്ങളുണ്ടാകും. ഭീകരാക്രമണം ഒരു രാജ്യത്തിൻ്റെ തന്നെ പിന്തുണയോടെ നടക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഈ ഘട്ടത്തിൽ നമ്മുടെ രാജ്യം സ്വീകരിക്കുന്ന എല്ലാ നടപടികളോടുമൊപ്പം അണിചേരുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഇടവേള. ഓപ്പറേഷൻ